പാർട്ടി ഒരു കാലത്ത് ഒരു വിപ്ലവ പാർട്ടിയായി ആരംഭിച്ചു. അത് കഴിഞ്ഞതൊരു പാർലമെൻ്ററി പാർട്ടിയായി, അതും കഴിഞ്ഞതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി, ഇപ്പം അതും കഴിഞ്ഞ് തീർത്തും ആശയപരമായ ഒരു വലതുപക്ഷ പാർട്ടിയായി അത് എത്തി നിൽക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അതിലെ ആളുകളെ കൂടെ നിർത്താൻ, മുമ്പ് ഇപ്പോൾ ഒരു സംഘടിത കാഡർ പാർട്ടി എന്ന അർത്ഥത്തിലൊക്കെ ആണെങ്കിൽ ആളുകളെ കൂടെ നിർത്താൻ ഒരു വിഷമവുമില്ല. കാരണം പാർട്ടി ഇത് പറഞ്ഞു, പാർട്ടി നേതാവ് പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ് ശരി എന്ന് 100% വിശ്വസിക്കുന്ന അണികളും പാർട്ടി മെമ്പർമാർ മാത്രമല്ല, പാർട്ടി വിശ്വാസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു. കാരണം അത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് അത് പോയതോടുകൂടി പാർട്ടി സംഘടന എന്ന അർത്ഥത്തിലാണ് ആളുകളെ കൂടെ നിർത്തുന്നത്. ഈ പാർട്ടിയിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായ എല്ലാ കാലത്തും അത് പരിഹരിക്കാൻ മുൻപോട്ട് വന്നിട്ടുള്ളത് അന്നത്തെ കാലത്തെ സംഘടന പാർട്ടി സെക്രട്ടേറിയറ്റാണ്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സഖാവ് എൻ ശ്രീധരൻ, പ്രിജിക്ക് നന്നായിട്ടറിയാം. ഞാൻ നല്ല ഇടപെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ ഏത് സംഘടനാ പ്രശ്നം വന്നാലും NSൻ്റെ അടുത്ത് പോയാൽ അത് പ്രശ്നം പരിഹരിക്കും. ഏറ്റവും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് സെക്രട്ടറി എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം നേരെ ചെന്ന് ഇത് ആദ്യത്തെ പരാതി കിട്ടുമ്പോൾ തന്നെ സുധാകര സഖാവിനെ വീട്ടിൽ പോയി കണ്ട് എന്താ സഖാവേ പ്രശ്നം എന്ന് ചോദിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ വസീഫ് ഉമാർ വായ അനക്കില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റിട്ട് വലിയ തോതിൽ ഇടത് സൈബറുകളുടെ വല്ലാത്ത പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ വിമർശിച്ചതും കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യം. അപ്പോൾ പ്രജിക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഘടനയ്ക്ക് ഒരു സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ഇപ്പോൾ പേരിലുണ്ട്, സഖാവ് MV ഗോവിന്ദൻ. അദ്ദേഹം ഞാനിപ്പോഴും വിചാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയെ കൊണ്ടുപോകാനുള്ള യാതൊരു ശേഷിയുമില്ലാത്ത ഒരാളാണ്. ഒരു ശേഷിയുമില്ല. പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് ബേബി, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു റോളും ഇല്ല. അഖിലേന്ത്യാ കമ്മിറ്റി കൂടിയാലും കാര്യമില്ല. കേരളം മാത്രമാണ് അഖിലേന്ത്യ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സംഘടന എന്ന സാധനം പോവുകയും ഒരു വ്യക്തിയിലേക്ക്, ഒരു ചെറിയ വട്ടത്തിലേക്ക് പാർട്ടി മുഴുവൻ വരികയും ചെയ്യുന്നു. അതിപ്പോൾ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ നശിച്ച ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയിലേക്ക് കുറച്ച് ആളുകളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി നശിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ എന്താ പറയുക, പിന്നെ വരുന്ന ആളുകൾ ഈ പാർട്ടിയെ നന്നാക്കാൻ രണ്ടാമത് പാർട്ടി കെട്ടിപ്പടുക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുണ്ട്. അവരുടെ ഏറ്റവും പ്രധാന വിമർശനം ഈ നേതാവിനെതിരെയായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു, പിണറായി വിജയനും ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഞങ്ങൾ പറയുന്ന വിമർശനങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പറയേണ്ടി വരും, ഈ പാർട്ടിയെ നശിപ്പിച്ചത് ഇവരാണ് എന്ന്. അന്ന് ഞങ്ങൾ ഉയർത്തിയ വിമർശനമാണ് നിങ്ങൾക്ക് വരിക.